ഇനി ചോദിക്കട്ടെ, ഓ സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് ഇപ്പൊ കേൾക്കണോ? ഞങ്ങൾ ഈ സ്ക്രീനിൽ വെച്ചിട്ടേ മൗലൈമാര് കുടുങ്ങിയത് അതല്ലേ, ഈ ലാപ്ടോപ്പും ഈ സ്ക്രീനും ഇതൊക്കെ കൂടി ഇങ്ങ് വന്നപ്പല്ലേ മൗലൈമാർ, മറ്റു മൗലൈമാർ എവിടെങ്കിലും എന്തും പറഞ്ഞ് പോക്കല്ലേ, ഇതിപ്പോ ഒക്കെ തെളിവല്ലേ, ഇപ്പൊ ഇത് കാണുമ്പോ പേടിയാ. എന്നാൽ സക്കരിയ സലാഹിനോട് കർണാടകയിൽ നിന്ന് ഒരു കൂട്ടർ ചോദിച്ചു, അല്ല റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മുകളിൽ കുബ്ബയും ജാറൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത്? അപ്പൊ മൂപ്പര് പറയാണ്, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മുകളിൽ ജാറില്ല, കുബ്ബന്റെ ചോട ഖബറാണ്. അതെ, ഖബറിന്റെ മുകളിൽ കുബ്ബല്ല, കുബ്ബന്റെ അടിയിൽ ഖബറാണ്. അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കണം. നബിയുടെ ഖബറിന്റെ മീതായിട്ടൊരു കുബ്ബല്ല. ആയിഷ ബീവിന്റെ വീടും മറ്റ് 9 ഭാര്യമാരെ വീടും മദീന പള്ളിയുടെ ചെരുവിലാണ്. ആ വീടുകളെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് ചുമരുണ്ട്. അപ്പൊ ആ വീടിനെ വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരാള് അതിന്റെ മേലൊരു കുമ്പുണ്ടാക്കി. അപ്പൊ അതിന്റെ ഒരു മൂലയില് റസൂലിന്റെ ഖബർ അടിയിൽ പെട്ടു. മനസ്സിലായില്ലേ? അപ്പൊ എന്തായി ചോദിച്ചാൽ, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാര് 9 ആളെ വീട്, അതിന്റെ ചുമരിന്റെ മുകളിൽ ആരോ ഒരാൾ കുമ്പുണ്ടാക്കി. ഇത് വേർതിരിച്ച് മനസ്സിലായി. അപ്പൊ അതിന്റെ അടിയിൽ റസൂലുള്ളാഹിന്റെ ഖബർ പെട്ടുപോയി. വല്ലാത്ത പെടലാട്ടോ മൗലൈമാരെ, നിങ്ങൾ മുഴുവനും പെട്ടുപോയി കേട്ടോ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? സുബ്ഹാനല്ലാഹ്, ഭീഷണി, എനിക്ക് ഭീഷണി. എന്നാ ഭീഷണി അറിയോ? ഇവര് പറയുന്നത്, ഞാനേ ജൂതന്മാര് ഇവിടെ അകർപ്പാടാണ്, ജാറുണ്ടാക്കല്, അതുപോലെ തന്നെ എന്നൊക്കെ പറയുമ്പോ പേരോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പച്ച ഖുബ്ബ ഇങ്ങനെ കാണിച്ചിട്ട് ആളുകളോട് ചോദിക്കുന്നു, ഈ ഖബർ ജൂതന്റെതാണോ എന്ന് ചോദിക്കുന്നു. ഞാൻ അവിടെ കിടക്കുന്ന ജൂതനാണെന്ന് പറഞ്ഞു എന്ന് വരുത്തി തീർക്കാനാണ് എന്ന് പറഞ്ഞിട്ട് എന്നോട് ഭീഷണി. എന്നാ പച്ചക്കള്ളമാണ് മൗലവി പറഞ്ഞതും. മൗലവി പറഞ്ഞു ജൂതന്മാരുടെ നടപടിയാണ് ജാറമുണ്ടാക്കൽ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, മദീനത്തെ ജാറം കാണിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇത് ജൂതന്മാരുടേതാണോ? ജൂതന്മാരുടേതാണോ? ജൂതന്മാരുടെ നടപടിയാണെങ്കിൽ അത് ഉണ്ടാക്കിയ ജൂതന്മാരായിരിക്കണമല്ലോ. അപ്പൊ മദീനയിൽ അള്ളാന്റെ റസൂലിന്റെ ശേഷം, സഹാബത്തിന്റെ ശേഷം മദീനയെ കുറെ ജൂതന്മാർ ഭരിച്ചിട്ടുണ്ടോ? ഇപ്പോഴും മദീനയിലെ സംരക്ഷിക്കുന്ന ജൂതന്മാരാണോ? അവിടെ പോകുന്ന ജൂതന്മാരാണോ? അങ്ങനെ ആ നിലയ്ക്ക് ഞാൻ ചോദിച്ചു, ഇത് ജൂതന്മാരുടേതാണോ? പറയണം മറുപടി മൗലവി എന്ന് പറഞ്ഞു. ഞാൻ അതിന് മൗലവിക്ക് എന്നോട് ദേഷ്യം. കാരണം സാധാരണക്കാർക്ക് ഇത് പിടുത്തം കിട്ടുമല്ലോ, ഇത് മൗലവിമാരെ തട്ടിപ്പ് ഓരോന്നോരോന്ന് വെളിച്ചെത്താകുന്നുണ്ടല്ലോ. അതിനെനിക്ക് ഭീഷണി. നിർത്തുന്നതാ നല്ലത് എന്നോട്. അതൊന്ന് കേട്ടോളിങ്ങൾ. അതും ഈ തട്ടിപ്പിലൂടെ. ജൂതന്മാരുടേതാണോ എന്നാണ് എന്റെ ചോദ്യം. ഞാൻ പറയുന്ന വാചകം നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചോ. ജൂതന്മാരുടേതാണോ എന്നാണ് എന്റെ ചോദ്യം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, മദീനത്തെ പള്ളിയോടനുബന്ധിച്ചുള്ള ജാറം ജൂതന്മാരാണോ മൗലവി? ജൂതന്മാരാണോ മൗലവി? അത് മൗലവി എന്ത് ചെയ്തോ? മൗലവി എന്ന് പറഞ്ഞാൽ അട്ടിമറിയുടെ വലിയ മുട്ടിമറിക്കാരനാണ്. ഒക്കെ അട്ടിമറിക്കലാ മൂപ്പറ പരിപാടി. അങ്ങനെ മറുപടി കിട്ടൂലെങ്കിൽ മൂപ്പർ ചോദ്യം ഒന്ന് അട്ടിമറിക്കും. എന്നിട്ട് അട്ടിമറിച്ചു ചോദിക്കും. ഞാൻ നേർക്ക് നേരെ പറഞ്ഞ മറുപടി ഉണ്ടാവും. അതിനെ സംബന്ധിച്ച് മൂപ്പര് പറയും, ആ പേരോട് അട്ടിമറിച്ചു കളഞ്ഞു എന്ന് പറയും. അത് അയാൾ അട്ടിമറിച്ച സ്ഥലത്ത് അത് പറയാ. മൂപ്പര് കളവ് പറയുമ്പോ പ്രത്യേകം പറയും, കൃത്യമായി പറയട്ടെ എന്ന് പറയും. എന്നാ കളവാന്ന് ഉറപ്പായിരിക്കും. കളവാണ് ഉറപ്പുള്ളത് പറയുമ്പോ കൃത്യമായി മനസ്സിലാക്കണം എന്നിട്ടാ പറയാ. ഇപ്പൊ ഒന്ന് കേട്ടോളി. മൗലവി എന്നെ ഭീഷണിപ്പെടുത്തി നോക്കോളി. ഏതാണ് തട്ടിപ്പും ജൂതന്റേതാണോ എന്ന് ഞാൻ ചോദിച്ചു. വെച്ചുകൊടുത്താവനെ ഖബർ പൊളിക്കണം എന്ന ഹദീസ് ഞാൻ പറഞ്ഞാൽ, ഒരു മിനിറ്റ് ഇപ്പൊ ആദ്യം തന്നെ പറയുന്നൊരു വാചകം കേട്ടുങ്ങൾ. ഖബർ പൊളിക്കണം എന്ന ഹദീസ് ഞാൻ പറഞ്ഞാൽ, ഞാൻ മൗലവിമാരോട് ചോദിക്കുന്നു, ഖബർ പൊളിക്കണം എന്ന ഹദീസ് എവിടെ? ബുഖാരിയിലുണ്ടോ? മുസ്ലിമിലുണ്ടോ? ആ ഹദീസ് എവിടെ? പച്ചക്കള്ളം പറയാൻ വെക്കുമോനെ. ഖബർ പൊളിക്കണം എന്ന ഹദീസ് ഞാൻ പറഞ്ഞാൽ, അതല്ലെങ്കിൽ ജൂതക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും അത് കെട്ടിപ്പടുക്കലും ആരാധന നടത്തലും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ക്ലിപ്പ് അങ്ങ് കൽപ്പിച്ചിട്ട് മൂപ്പര് ചോദിക്കുന്നു, അതാ ഈ ജാറം ജൂതന്റെതാണെന്ന് പറയാൻ തയ്യാറുണ്ടോ മൗലവി? ഇത് ജൂതന്റെതാണെന്ന് പറയാൻ തയ്യാറുണ്ടോ? ആ വക ആ രൂപത്തിലുള്ള ചപ്പടാച്ചിയുണ്ടല്ലോ, മാന്യമായ ഭാഷയിൽ പേരോടിനോട് പറയുന്നു, അത് അവസാനിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഇത് എനിക്ക് ഭീഷണി. എന്നാ സഹോദരന്മാരെ, മാനമായ ഭാഷയിൽ ഞാൻ ഹുസൈൻ സലഫിയോട് പറയട്ടെ, സക്കരിയ സലാഹിനോട് പറയട്ടെ, മുജാഹിദിന്റെ മൗലവിമാരോട് പറയട്ടെ,
ഞങ്ങളെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജാറത്തിനെതിരെ, ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ജാറത്തിനെതിരെ, മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ജാറത്തിനെതിരെ, അങ്ങനെ ഞങ്ങളെ മഹാന്മാരെ ജാറത്തിനെതിരെ സംസാരിക്കുന്ന ഏർപ്പാട് നിർത്തുന്നതാണ് നല്ലത് കേട്ടോ.